ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പിസയാണ്. രണ്ട് രീതിയിൽ പിസ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഒന്ന് കടായിലും ഒന്ന് പാനിലുമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പിസയ്ക്കുള്ള മാവ് കുഴച്ചെടുക്കണം. അതിനായി ഈസ്റ്റ് തയ്യാറാക്കണം. ഇവിടെ ഞാനിപ്പോൾ 1/2 ഗ്ലാസ് ഇളം ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. നല്ല ചൂടുവെള്ളം ഉപയോഗിക്കരുത്, അങ്ങനെയാണെങ്കിൽ ഈസ്റ്റ് പൊങ്ങി വരില്ല. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ തരികളുള്ള ഈസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അതാകുമ്പോൾ 2 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്ക് ഈസ്റ്റ് നന്നായി പൊങ്ങി വരും. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഈസ്റ്റൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവിട്ട് മിക്സ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാൻ 2 കപ്പ് മാവാണ് ഇട്ട് കൊടുക്കുന്നത്. 2 പിസയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. മാവ് കുഴയ്ക്കുമ്പോൾ കുറേശ്ശെ വെള്ളം തളിച്ച് കുഴച്ചാൽ മതി. ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത്, മാവ് ലൂസായി പോവും. ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പരുവത്തിൽ കുഴച്ചെടുക്കണം. ഇത് ഒറിഗാനോ പൗഡറാണ്. ഒരല്പം ഞാൻ ഈ മാവിലേക്ക് ചേർക്കുന്നുണ്ട്. പിസയ്ക്ക് നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാൽ മതി. നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവിന് മുകളിലേക്ക് ഒരല്പം സൺഫ്ലവർ ഓയിൽ തടവി കൊടുക്കണം. ഇത് ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കണം. 2 മണിക്കൂറിന് ശേഷം തുറന്നു നോക്കാം. അപ്പോഴേക്കും നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ടാവും. നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഒരു 1-1.5 മണിക്കൂറൊക്കെ മതിയാവും കേട്ടോ. പിസയിലിടാനുള്ള ചിക്കൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് മഞ്ഞൾ, ഉപ്പ്, മുളക് പൊടി, ഒരല്പം ഗരം മസാല ചേർത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് തുറന്നു നോക്കാം. നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഡോ ആയിട്ടുണ്ട്. ഇതിപ്പോൾ 2 പിസയ്ക്കുള്ള മാവാണ്. ഒന്ന് കടായിലും വെക്കുന്നുണ്ട്, ഒന്ന് പാനിലും വെച്ച് തയ്യാറാക്കുന്നുണ്ട്. കടായിൽ ഒരു റിങ് വെച്ചതിന് ശേഷം പാത്രത്തിൽ വെച്ചാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. പാത്രത്തിൽ ഞാനൊരല്പം സൺഫ്ലവർ ഓയിൽ തേച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാനിൽ ഒരല്പം സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മാവ് പരത്തിയെടുക്കാം. ഇപ്പോൾ ഞാൻ മാവ് മുഴുവനും പരത്തി കൊടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും മാവ് നന്നായി പൊങ്ങി കിട്ടും. ഇനി പാൻ പിസയ്ക്കുള്ള മാവും നന്നായി പരത്തി കൊടുക്കാം. നന്നായി പരത്തി കൊടുത്തതിന് ശേഷം 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി കൊടുത്തതിന് ശേഷം 15 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. ഒരു 15 മിനിറ്റോ 30 മിനിറ്റോ ഒക്കെ എടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. മാവ് കുറച്ചും കൂടി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് പതുക്കെ പരത്തി കൊടുക്കാം. അറ്റമൊക്കെ കുറച്ച് കട്ടിക്ക് ഒരു പിസയുടെ ഷേപ്പിൽ പരത്തിയെടുത്താൽ മതി. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് മുഴുവനും കുത്തി കൊടുക്കാം. ഇത് നന്നായി വീർത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിലേക്ക് ഒരല്പം സൺഫ്ലവർ ഓയിൽ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോസ് തേച്ച് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് സോസാണ്. ഹോം മെയ്ഡ് പിസ്സ സോസിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ദയവായി അതുകൂടി ഒന്ന് കാണണം. ഇനി നമുക്കിതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് പിസ്സ ചീസാണ്. ഇതിൻ്റെ തൊട്ട് മുൻപിലുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ഒന്ന് കാണണം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ചില്ലി ഫ്ലേക്സ് കൂടി ഇടുന്നുണ്ട്. എരിവ് അധികം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. ഇനി ക്യാപ്സിക്കവും ഒണിയനും കൂടി ഇട്ട് കൊടുക്കാം.
എൻ്റെ കയ്യിലിപ്പോൾ പച്ച കളർ ക്യാപ്സിക്കം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലും മഞ്ഞ കളറോ റെഡ് കളറോ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുത്താൽ നല്ല കളർഫുൾ ആയിരിക്കും. ഇനി ഇതിന് മുകളിലേക്ക് ഒരല്പം ചീസ് കൂടി ഇട്ട് കൊടുക്കാം. ഫില്ലിങ്സ് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ചിക്കൻ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെജ് പീസ ആയിട്ട് എടുക്കാം. ഇതൊരു പഴയ ദോശക്കല്ലാണ്. ഇതിന് പുറത്ത് വെച്ചാണ് നമ്മൾ പാൻ പിസ്സ തയ്യാറാക്കുന്നത്. ഇതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ദോശക്കല്ലാണ്. ഇതിന് പുറത്തേക്കാണ് പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ പാൻ പിസ്സ തയ്യാറാക്കുന്നത്. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് പിസ്സ റെഡിയാവും. ഇനി നമുക്ക് കടായിൽ വെക്കുന്ന പിസ്സ തയ്യാറാക്കാം. ഒരു 15 മിനിറ്റ് ഇരുന്നപ്പോഴേക്കും മാവ് കുറച്ചുകൂടി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ സ്ഥലവും ഒരുപോലെ പരത്തിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഫോർക്ക് ഉപയോഗിച്ച് നന്നായി ഒന്ന് കുത്തി കൊടുക്കാം. തിക്കാവാതിരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുമ്പോൾ അധികം വീർത്ത് വരില്ല. ഇതിലേക്ക് ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സോസ് തേച്ച് കൊടുക്കാം. ഫില്ലിങ്സ് എല്ലാം നേരത്തെ പാൻ പിസ്സയിൽ ചെയ്ത അതുപോലെ തന്നെയാണ്. ഇനി ഇതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇടുന്നുണ്ട്. ഒരല്പം ചില്ലി ഫ്ലാക്സ് കൂടി ഇടുന്നുണ്ട്. ഇനി ക്യാപ്സിക്കവും ഓണിയനും കൂടി ഇട്ട് കൊടുക്കാം. മുകളിലായി ചീസ് മുഴുവനായി ഇട്ട് കൊടുക്കാം. കടായി പിസ്സ തയ്യാറാക്കാൻ വേണ്ടി കടായി ഞാൻ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്നത് പോലെ തന്നെയാണ് പിസ്സയും ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം അടച്ചു വെച്ച് മുകളിലൊരു വെയിറ്റ് വെച്ച് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും പിസ്സ റെഡിയാവും. പിസ്സയിൽ ഫില്ലിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓർഗാനോ പൗഡർ സ്പ്രിങ്കിൾ ചെയ്യാൻ മറന്നുപോയി. അതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇതില്ല എന്നുണ്ടെങ്കിൽ ഇറ്റാലിയൻ സീസണിങ് ഇട്ടാലും മതി. ഇതിടുമ്പോഴാണ് പിസ്സയ്ക്ക് ശരിക്കും നല്ലൊരു മണം വരുന്നത്. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒരു 10 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിസ്സ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അടിഭാഗം ഒരു ഗോൾഡൻ കളറിലൊക്കെ ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? ഇനി നമുക്കിത് എടുക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ പാൻ പിസ്സ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പുറത്തെടുക്കാം. ഇതിൻ്റെ അടിഭാഗം നോക്കുമ്പോൾ അറിയാം നല്ല ഗോൾഡൻ കളറിലൊക്കെ വന്നിട്ടുണ്ട്. പാനിൽ ഉണ്ടാക്കിയെടുക്കുന്ന പിസ്സയ്ക്ക് നല്ല ക്രിസ്പിനെസ് ഉള്ളതാണ്. കടായിൽ ഉണ്ടാക്കുന്ന പിസ്സയ്ക്ക് അത്രത്തോളം ക്രിസ്പിനെസ് ഇല്ല. ഇപ്പോൾ ഓവൻ ഇല്ലാതെയും പിസ്സ വീട്ടിൽ തയ്യാറാക്കാമെന്ന് കണ്ടില്ലേ? നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കണം ഓളും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. താങ്ക്